ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചെങ്കിൽ ഒറ്റ മൈൻഡിൽ വയനാട് പോയി വന്ന കഥയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതമല്ല, ഒരു സന്ധ്യാസമയത്ത് തോന്നിയ തോന്നലിൽ ഒറ്റ മൈൻഡായി കൈ കിട്ടിയവരൊക്കെ വാരിപ്പെറുക്കി വയനാട്ടിൽ പോയി. പോകുന്ന വഴിക്ക് അവിടെ ഒരു എന്താ പറയുക, മന്തി ഷോപ്പിൽ കയറിയിട്ട് അൽഫാം മന്തി കഴിച്ച് ഒരു എന്താ പറയുക ഓക്കെ മന്തിയായിരുന്നു. വലിയ ഇതൊന്നും പറയാനില്ല. അങ്ങനെ പിന്നെ പോയി അവിടെ റൂമൊക്കെ എടുത്ത്, അതായത് ഞങ്ങളെ റൂം. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ നല്ല ബ്രോസ്റ്റഡ് കിട്ടുന്ന ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ബ്രോസ്റ്റഡും വാങ്ങി കഴിച്ച്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ, ഈ ഒറ്റ മൈൻഡോട് കൂടി പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് രാത്രി ഇടാനുള്ള ഡ്രസ്സോ കാര്യമോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബ്രഷ് പോലും എടുക്കാണ്ട്, അതായത് വെപ്രാളത്തിൽ പോകുന്ന പോക്കിലെടുക്കാൻ മറന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കയ്യിലുള്ള ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നല്ലാണ്ട് പോയ അന്നത്തുള്ള ഡ്രസ്സ് തന്നെ ഇട്ട് കിടന്നുറങ്ങേണ്ടിയൊക്കെ വന്നത്. കാരണം നമ്മുടെ കയ്യിൽ വേറെ തുണിയൊന്നും എടുത്തില്ലല്ലോ. അപ്പോൾ പിന്നെ രാവിലത്തേക്കുള്ള എന്തായാലും ഡ്രസ്സൊക്കെ ഞങ്ങൾ വേറെ എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാണ്ടുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊന്നും മുടി വാരം ചീർ പോലും എടുക്കാൻ ഞങ്ങളോട് മറന്നുപോയി. പിന്നെ ഇപ്പം അത്രയും രാവിലെ തന്നെ എവിടെയെങ്കിലും ഷോപ്പൊന്നും തുറക്കൂലല്ലോ. അങ്ങനെ ഞങ്ങൾ കയ്യിലുള്ളതൊക്കെ വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ രാവിലെ അവിടുന്ന് വരുന്ന വഴിക്ക് തന്നെ ഒരു പിടിയിൽ കയറിയിട്ട് രാവിലത്തെ ചായയും കുടിച്ച് ഞങ്ങളിറങ്ങി. ഞങ്ങൾ പോയത് ഒരു 6 മണി സമയത്തായിരുന്നു. ഞങ്ങളൊരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തി. പിന്നെ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അവിടെ വേറെ ഒന്നും കാണാനോ ഒന്നുമില്ലല്ലോ. പിന്നെ രാവിലെ വരുന്ന വഴിക്ക് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാമെന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മെയിനായിട്ട് കുറച്ച് തേയിലത്തോട്ടത്തിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വേറെ പ്രത്യേകിച്ച് അങ്ങനെ എട്ടും പോയിട്ടൊന്നുമില്ല. ഈ ഒറ്റ മൈൻഡ് ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എട്ടും പോകാനുണ്ടാവില്ലല്ലോ. വണ്ടി എടുത്ത് അങ്ങോട്ട് പോകാമെന്നുള്ളൊരു ഇത് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ പറയാൻ മാത്രം ആളുകളും ഇല്ലേനു. ഈ ഒറ്റ മൈൻഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ചേച്ചീൻ്റെ ഹസ്ബൻഡും കുട്ടിയും പിന്നെ ഞാനും എൻ്റെ ഏട്ടനും കൂടി ആണ് പോയത്. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്ത് 2 വീലർ എടുത്ത് അങ്ങ് പോയി. അതുകൊണ്ടാണ് രാത്രി ആയാലും കുഴപ്പമില്ല എന്നുള്ളതിൽ അങ്ങ് പോയത്. രാത്രി ആയതുകൊണ്ട് പറയുകയാണെങ്കിൽ വലിയ തോതിൽ ബ്ലോക്കോ കാര്യമൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. തിരിച്ചിറങ്ങുമ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് ബ്ലോക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ വരുന്ന വഴിക്ക് തേയിലത്തോട്ടത്തിൽ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് കുറേ തേയില നുള്ളുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എത്രയോ നാൾക്ക് ശേഷമാണ് വയനാട്ടിലേക്കൊക്കെ ഒന്ന് പോകുന്നത്. അപ്പോൾ അവിടുന്ന് മാക്സിമം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഇങ്ങ് പോരുക. പിന്നെയെന്ന് പറഞ്ഞാൽ വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് വലിയ പ്ലാനോ കാര്യമൊന്നുമില്ല എവിടേക്കും പോകണമെന്നോ അങ്ങനെയൊന്നും. എന്തായാലും വെക്കേഷൻ തീരാനായില്ലേ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് പോയി വരാമെന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതിലയിൽ കുറച്ച് വണ്ടിമേൽ കുറേ അങ്ങോട്ട് കറങ്ങി. പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറേ തേയിലത്തോട്ടത്തിനുള്ളിൽ കൂടി പോയി. അതിലേക്ക് കണ്ട് അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസ് എടുക്കുക. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചിങ്ങ് വന്നു. കാരണം വൈകുന്നേരം ആയാലും ഒരു പക്ഷേ വലിയ ബ്ലോക്കിൽ നമ്മൾ കുടുങ്ങും. അപ്പോൾ അതിന് നിന്ന് കഴിഞ്ഞെങ്കിൽ നമ്മൾ ചിലപ്പോൾ രാത്രി ആയാലും ഇറങ്ങിയെത്തുന്നുണ്ടാവില്ല. അതുകൊണ്ട് വേറെ എവിടെ നിർത്താണ്ട് ഞങ്ങൾ വേഗം പോരാൻ നോക്കി. വല്ലപ്പോഴും മാത്രമേ ഇങ്ങനൊരു യാത്ര കിട്ടുള്ളൂ. അതിപ്പോൾ സ്ഥലം കാണണം, സ്ഥലത്തേക്ക് എന്നാന്നൊന്നുമില്ല. വണ്ടി എടുത്ത് എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിയാലും മതി. അല്ലാണ്ട് ഫുൾ ടൈം വീട്ടിലോ അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകുമ്പോൾ ക്ലാസ്സും വീടും തന്നെ നടന്നു കഴിഞ്ഞെങ്കിൽ മൈൻഡ് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് നോക്കിയാവണ്ടേ. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് രാത്രിയാണെങ്കിൽ രാത്രി എന്നുള്ള പ്ലാനിങ്ങിൽ ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ചുരത്തിലിറങ്ങിയിട്ട് ചായ കുടിക്കാനോ ഒന്നിനും പറ്റിയില്ല. അപ്പോൾ ഞങ്ങളത് വരുന്ന വഴിക്ക് അങ്ങോട്ട് ആ വിഷമം അങ്ങ് തീർത്ത് വരുന്ന വഴിക്ക് ഒരു ചായയും പിന്നെ കാടമുട്ട അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചായ എടുത്തതിന് വീഡിയോ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയുള്ളൂ. കാടമുട്ട കഴിച്ചതിൻ്റെയും മാങ്ങ ഉപ്പിലിട്ട് തിന്നതിൻ്റെയും ഒന്നും എടുക്കാൻ പറ്റിയില്ലേക്ക്. അത് തിന്നൻ്റെ ഇതിൽ മറന്നു പോകാനാണ് ചാൻസ്. അങ്ങനെയാണ് പറ്റിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പം വയനാട്ടിലേക്ക് പോകുന്ന മിക്കവരും ചുരത്തിലിറങ്ങിയിട്ട് ഒരു ചായയോ ഉപ്പിലിട്ടതോ എന്തെങ്കിലുമൊക്കെ കഴിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം ആൾക്കാരും അവിടെ ഇറങ്ങി ഫോട്ടോയോ വീഡിയോയോ ഒരു ഗ്ലാസ് ചായയോ കുടിക്കാത്തതായിട്ടുണ്ടാവില്ല. ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാരും ചുരത്തിലിറങ്ങി ചായ കുടിക്കുന്നതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്പിലിട്ടതോ എന്തെങ്കിലും. ഇനി ഇല്ലാത്ത ആൾക്കാരുണ്ടാവാം, അതൊക്കെ എന്തെങ്കിലും ആട്ടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.